തിന്മ വർദ്ധിച്ചും നന്മ കുറഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, റോമാലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ടെങ്കിൽ അവൻ ഒരിക്കലും തിന്മയെ കണ്ട് തളർന്നു പോകുകയില്ല. മറ്റുള്ളവർ എന്നെ ദ്രോഹിക്കും എന്ന് വിചാരിച്ച് പിറുപിറുക്കുകയോ മറ്റുള്ളവരുടെ ദ്രോഹത്തിൻ്റെ മുമ്പിൽ തോറ്റുപോകുകയോ ചെയ്യുകയില്ല. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അത് ഗുണമാക്കി തീർത്തു. പലപ്പോഴും ശത്രുക്കൾ നമുക്കെതിരെ തിന്മകൾ പ്ലാൻ ചെയ്ത് നന്മകളെ അപഹരിച്ച് കളയത്തക്കവണ്ണം ജീവിതത്തിൽ തകർത്ത് കളയുന്ന ജീവിത സാഹചര്യങ്ങൾ ഒത്തിരി നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ദോഷം നിരൂപിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നന്മയാൽ തിന്മയെ ജയിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒരുക്കവും ധൈര്യവും നാം പ്രാപിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഒരു ഹാസ്യ കഥ ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്. സൂര്യനും കാറ്റും തമ്മിൽ ഒരിക്കൽ ഒരു മത്സരമുണ്ടായി. അവരിൽ ആരാണ് സമർത്ഥർ അല്ലെങ്കിൽ ഉന്നത നിലവാരത്തിൽ കഴിവുള്ളവർ എന്ന് തെളിയിക്കുവാൻ ഉള്ള മത്സരം. ആദ്യത്തെ ഊഴം കാറ്റിന് കൊടുത്തു. കാറ്റ് വളരെ ശക്തമായി അടിച്ചു. ഒരു മനുഷ്യൻ്റെ താൻ ഇട്ടിരിക്കുന്ന കോട്ട് ഊരി മാറ്റുക എന്നതാണ് മത്സരം. കാറ്റ് വളരെ ശക്തമായി അടിച്ചു. താൻ ആ കോട്ട് മുറുകെ പിടിച്ച് പിന്നെയും കോട്ട് ഊരിപ്പോകാതെ സൂക്ഷിച്ച് കാറ്റത്ത് നടന്നുപോയി. അങ്ങനെ കാറ്റ് ആ മത്സരത്തിൽ തോറ്റു. പിന്നെ സൂര്യൻ്റെ സമയമായി. സൂര്യൻ മറ്റ് ക്രൂരമായ വഴികളൊന്നും ഉപയോഗിക്കാതെ തൻ്റെ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് ചെറിയ ചൂട് വർദ്ധിപ്പിച്ച് ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എനിക്ക് ചൂട് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് തൻ്റെ കോട്ട് മാറ്റി വയ്ക്കുവാനിടയായി തീർന്നു. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ്. ജീവിതത്തിൽ നമ്മെ തോൽപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ഒത്തിരി സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ കടന്നു വരും. എന്നാൽ തോൽപ്പിക്കപ്പെട്ടു പോകുകയല്ല, നാം അനുഗ്രഹത്തോടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അതെ, മറ്റുള്ളവരോട് വളരെ പ്രതികരിക്കാതെ, പലതിൻ്റെയും മുമ്പിൽ പകച്ചു നിൽക്കാതെ, കോപിഷ്ഠരായിത്തീരാതെ ശത്രുക്കളെ സ്നേഹിക്കാൻ തക്കവണ്ണം നാം ഒരുങ്ങുകയും നാം പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ ശക്തിയുടെ വൈഭവമോ ബലമോ അല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഗുണങ്ങൾ നല്ല നിലവാരത്തിൽ ഉപയോഗിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം മുൻപോട്ട് പോകേണ്ടതായി വരും. അതെ, റോമാലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം, മനുഷ്യർ നമ്മളെ വീഴ്ത്തിക്കളയുവാൻ താഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ മുഴങ്കാലുകൾ മടക്കി സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുക. സ്നേഹം പുറത്തു വരുമ്പോൾ എത്ര എതിരായി നിൽക്കുന്ന ശത്രുവും നമ്മളുടെ മുമ്പിൽ തോക്കുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആകയാൽ നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം ദൈവസ്നേഹത്തോടുകൂടെ ആയിരിക്കണം, അപ്പോൾ തീർച്ചയായും ശത്രുവിൻ്റെ മുമ്പിൽ നാം ജയാളികളായിത്തീരും. സ്നേഹം ഒന്നുകൊണ്ട് മാത്രമേ പലതിനെയും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തികഞ്ഞ സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ മത്സരങ്ങൾ ഉപേക്ഷിച്ച്, മനുഷ്യരുടെ മുമ്പിലും ദൈവസന്നിധിയിലും മത്സരങ്ങൾ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ കൃപയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.